നമ്മുടെ കയ്യിലുള്ള ഒരു വീഡിയോ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇവിടെ കാണിച്ചു തരാം. ഇതിൽ രണ്ട് വ്യക്തികളുണ്ട്. ഇതിൽ ഒരു വ്യക്തിയുടെ മുഖം മറ്റാരും കാണാത്ത രൂപത്തിൽ മാസ്ക് ചെയ്യണം അല്ലെങ്കിൽ ബ്ലർ ചെയ്യണം. ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ ഫോട്ടോസ് ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരാളുടെ മുഖം മാത്രം നമുക്ക് ഇതുപോലെ മാസ്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ വീഡിയോ ആണെങ്കിൽ അങ്ങനെയല്ലല്ലോ. വീഡിയോയിൽ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോകും. ആ നടന്നു പോകുന്ന ഭാഗത്തൊക്കെ അവരുടെ മുഖം കാണുന്ന ഭാഗത്തൊക്കെ ബ്ലറായിട്ട് വരണം. അതെങ്ങനെ ചെയ്യാൻ സാധിക്കും? വളരെ ഈസി ആയിട്ട് മൊബൈലിലൂടെ നമുക്കത് ചെയ്യാൻ സാധിക്കും. ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചാൽ മതി. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ലഭിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോ കണ്ട് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ, ഒരു മുഖം മാത്രമല്ല, ഒരു വീഡിയോയിൽ പല മുഖങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ബ്ലർ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. സമയങ്ങളായത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ അലോ ഓൾ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. സെലക്ട് ഫ്രം ഗാലറി എന്ന ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് ഓപ്പൺ ആയിട്ട് വരിക. വീഡിയോ അല്ലെങ്കിൽ ഇമേജ്, നിങ്ങൾക്ക് ഏതിൻ്റെയും മുഖം ബ്ലർ ആക്കാൻ സാധിക്കും. ഞാനിപ്പോൾ വീഡിയോ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഗാലറി ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഏതിലാണ് നിങ്ങളുടെ വീഡിയോ ഉള്ളത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. രണ്ട് പേരാണ് ഇതിലുള്ളത്. ഇത് നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ടച്ച് ചെയ്തിട്ട് മുകളിൽ ഒരു ടിക്ക് മാർക്ക് ഉണ്ട്. അവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെലക്റ്റഡ് ആകും. ഇവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില വീഡിയോയുടെ ഫോർമാറ്റ് ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ കൺവേർട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യണം, അല്ലെങ്കിൽ പ്രീമിയം വെർഷൻ എടുക്കേണ്ടി വരും. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൺവേർട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി. 100% ആകുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, 100% ആയിക്കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ ഫോർമാറ്റ് എഡിറ്റ് ചെയ്യേണ്ട രൂപത്തിലേക്ക് കൺവേർട്ട് ആകും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 100% ആകാറായിട്ടുണ്ട്. 100% ആയിട്ടുണ്ട്. ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഒരുപാട് ടൂളുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. ആദ്യത്തെ ടൂളാണ് നമുക്ക് വേണ്ടത്, ഓൾറെഡി സെലക്റ്റഡ് ആണ്. താഴെ കാണുന്ന ഫേസ് എന്ന ഈ ഒരു ടൂൾ തന്നെയാണ് വേണ്ടത്, ഓൾറെഡി അതും സെലക്റ്റഡ് ആണ്. ഇനി താഴെ ഇവിടെ ഡിറ്റക്റ്റ് എന്ന ഈ ഒരു ലെൻസ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഏത് മുഖമാണ് നിങ്ങൾക്ക് ബ്ലർ ചെയ്യേണ്ടത് ആ മുഖം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ആദ്യത്തെ ആളെ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ബ്ലറിൻ്റെ സൈസ് നമുക്ക് കൂട്ടാനും കുറക്കാനും സാധിക്കും. ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. ഓക്കെ, അത് ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ആളെയും കൂടി ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് അതും ഞാൻ മാസ്ക് ചെയ്യുകയാണ്. ഇവിടെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് വലിപ്പം കൂട്ടാനും കുറക്കാനും സാധിക്കും. അതൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ലെൻസിൻ്റെ ചിഹ്നത്തിൽ വീണ്ടും സ്റ്റാർട്ട് ട്രാക്കിംഗ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഈ വീഡിയോ തീരുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ലെങ്തി വീഡിയോ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഫുള്ളായി കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമുക്ക് ഈ ഒരു മാസ്ക് വേണമല്ലോ, ഈ ഒരു ബ്ലർ വേണമല്ലോ. അപ്പോൾ അത് തീരുന്ന വരെയാണ് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിത് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ വരിക. ഇത് ചെറിയ വീഡിയോ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആകും. ഇപ്പോൾ ഏകദേശം 1/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ചെയ്യാം. എന്നിട്ട് ഏതെങ്കിലും ഒരു മുഖത്തിൽ നിന്നും ബ്ലർ ഒഴിവാക്കണമെങ്കിൽ അതും എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഇത് ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ ഇത് പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്യാം. ഇവിടെ പ്ലേൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് പേരുടെയും മുഖം ഒരു പച്ച കളറിലാണ് ഉള്ളത്. പക്ഷേ സേവ് ചെയ്യുമ്പോൾ ബ്ലറായിട്ട് മാറും. ഓക്കെ, കണ്ടോ, അദ്ദേഹം എഴുന്നേൽക്കുമ്പോഴും എല്ലാം അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ നിന്നും ആ ഒരു ബ്ലർ പോകുന്നില്ല. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഫസ്റ്റിലെ ഓപ്ഷനിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇതിൽ നിന്നും ഒരാളെ ഡീസെലക്ട് ചെയ്യുകയാണ്. അതായത് അവിടെ തന്നെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇടതുവശത്ത് മുകളിൽ ഒരു ഡിലീറ്റിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അദ്ദേഹത്തെ മാസ്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു വ്യക്തിയെ മാത്രമേ ഞാൻ ബ്ലർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, കണ്ടോ, അദ്ദേഹം സീറ്റിൽ നിന്നും എഴുന്നേൽക്കുമ്പോഴും എല്ലാം ആ മുഖത്തുള്ള ബ്ലർ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ മുഖം വ്യക്തമല്ല. ഓക്കെ, ഇനി നമുക്കിതെങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. ഇവിടെ എക്സ്പോർട്ട് എന്ന ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ തന്നെ എക്സ്പോർട്ട് എന്ന ഭാഗം വരും. അവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ വീഡിയോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് 100% ആകും. വലിയ വീഡിയോ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ. എൻ്റെ ചെറിയ വീഡിയോ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് 100% ആകുന്നതിൻ്റെ പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് തന്നെ നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഗാലറിയിലും ഈ വീഡിയോ കാണാൻ സാധിക്കും. ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ വലതുവശത്തുള്ള ആളുടെ മുഖം വ്യക്തമല്ല, ഒരു ബ്ലറായിട്ടാണ് ഉള്ളത്. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്കിത് ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ സെക്ഷനിൽ ഈ ഒരു വീഡിയോ ഉണ്ടാകും.
ഒറിജിനൽ വീഡിയോ നിങ്ങൾക്ക് ഇടതുവശത്ത് കാണാൻ സാധിക്കും. അതിൽ മുഖം വ്യക്തമാണ്. എന്നാൽ വലതുവശത്തുള്ള വീഡിയോയിൽ നമ്മൾ എഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ മുഖം വ്യക്തമല്ല. ഓക്കെ, അപ്പോൾ വീഡിയോയിലുള്ള എത്ര വ്യക്തികളെ വേണമെങ്കിലും നമുക്ക് മുഖം ഇതുപോലെ ഈ ഒരു സോഫ്റ്റ്വെയർ, ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ബ്ലർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.